സ്വന്തം സ്കൂളിന് ഭീഷണിയായി മാറിയ മരം മുറിച്ചു മാറ്റി സമൂഹമാധ്യമങ്ങളിൽ ഹീറോയായി മാറിയ ഒരു അധ്യാപകനുണ്ട് കാസർഗോഡ് ഗവൺമെന്റ് UPSലെ രഞ്ജിത്ത് മാഷിന്റെ വിശേഷങ്ങൾ കൂടി കാണാം. പൊതുവെ പൊതുവിദ്യാലയങ്ങളിലെ ക്ലാസ് മുറികൾക്ക് മരങ്ങൾ വലിയ ഭീഷണിയായി മാറുന്ന വാർത്തകൾ നമ്മൾ നിരന്തരമായി കാണുന്നതാണ്. പക്ഷേ ഇത്തരത്തിലൂടെ കാസർഗോഡ് ഗവൺമെൻറ് UP സ്കൂളിലേക്ക് ഇത്തരത്തിലൊരു ഭീഷണി ഉണ്ടായപ്പോൾ തന്നെ അതിനെ സ്വയം ഇറങ്ങി പ്രതിരോധിച്ച ഒരു അധ്യാപകനുണ്ട്. മാഷ് ഈ സ്വയം മരത്തിന് മുകളിൽ കയറി അപകടകരമായ രീതിയിലുള്ള ചില്ലകളൊക്കെ മുറിച്ചു മാറ്റുകയായിരുന്നു. മാഷെ, എങ്ങനെയാണ് അങ്ങനെ ഒരു ആശയം തോന്നി? പൊതുവെ ജോലിക്കാരെയൊക്കെ വിളിച്ച് കാത്തു നിന്ന് അങ്ങനെയല്ലേ ചെയ്യാറ്? PTSMCക്കാരോട് പറഞ്ഞിട്ടാകുമ്പോൾ അത് ചെയ്യാം മാഷെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അറിയുന്ന പണിയാണ്, നമ്മളൊന്ന് ചെയ്യാം എന്നുള്ള രീതിയിൽ. പിന്നെ വെറുതെ അല്ലാതെ PTA ഫണ്ട് നമ്മൾ ദൂർത്തരിക്കണ്ട അല്ലെങ്കിൽ അങ്ങനെ വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തത്. അത്രേ ഉള്ളൂ. അതെ, നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന മാത്രമല്ല, സുരക്ഷയും കുട്ടികളെ നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. അതുമാത്രമല്ല, കുട്ടികളെ നമ്മളെ കൈകളിലേക്ക് രക്ഷിതാക്കൾ നമ്മളെ രാവിലെ തന്നെ നമ്മളെ കയ്യിലേക്ക് അവർ കൊടുക്കും. അത് നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം. അപ്പോൾ കുട്ടികളെ നമ്മൾ സുരക്ഷിത എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പണി ചെയ്തതാണ്. അധ്യാപകർക്ക് എല്ലാവർക്കും പുതിയൊരു വഴിയാണ് കാണിച്ചു കൊടുത്തത്. നമുക്ക് അറിയുന്ന പണി എന്തായാലും നമ്മൾ ചെയ്യാം. അതാണ് എൻ്റെ ഒരു തത്വം. മറ്റുള്ളവരെ കാക്കണ്ട, നമുക്ക് അറിയുന്ന പണി നമ്മൾ ചെയ്ത് കുട്ടികൾക്ക് ഇത് ഒരു നല്ല നിർഭീതമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുക. കേരളം മുഴുവനുള്ള അധ്യാപകർക്ക് രഞ്ജിത്ത് മാഷ് ഒരു മാതൃകയാണ്. സ്കൂളിലെ കുട്ടികളുടെ സുരക്ഷയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പണം വെറുതെ ചിലവാകുന്ന ഒരു അവസ്ഥ കൂടിയാണ് മാഷിൻ്റെ ഇടപെടലോട് കൂടി ഇല്ലാതായി മാറിയത്. ഷാജു ചന്ദ്രപുരയ്ക്കൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.